കോവിഡ് ആളുകളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയൊരു കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ, എനിക്ക് തിരിച്ചാലോചിക്കുമ്പോൾ, ഞാൻ ആ കാലത്ത് ഒരു ടെൻഷൻ അനുഭവിക്കാത്ത മനുഷ്യനായിരുന്നു. അതെങ്ങനെ സാധ്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് എല്ലാ ദിവസവും കവിത എഴുതുമായിരുന്നു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. നാളെ എന്തിനെക്കുറിച്ച്, ഞാൻ നാളെ എന്ത് എന്നുള്ളതെന്ന് വെച്ചാൽ നാളെ ഇടേണ്ട കവിതയെക്കുറിച്ചാണ് എൻ്റെ ആലോചന ഉണ്ടായിരുന്നത്. അല്ലാതെ നാളെ എന്ത് സംഭവിക്കും, എൻ്റെ EMI, അല്ലെങ്കിൽ ആളുകളൊക്കെ അതൊക്കെ ടെൻഷനായിരുന്നല്ലോ. ഞാനങ്ങനെ വലിയ EMI ഒന്നും എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളല്ലേ. എനിക്ക് കൊക്കിലൊതുങ്ങുന്നു തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്ത് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരാളല്ല. ഈ നിമിഷം വരെ ഒരു അസുഖത്തിൻ്റെയും ഗുളിക കഴിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ തന്നെ പോട്ടെ. അതങ്ങനെ തന്നെ പോട്ടെ. അതൊരു വലിയ സന്തോഷമായിട്ട് കാണും. കാരണം ഞാനെല്ലാം കൂളായിട്ട് ഓക്കെ എങ്ങനെയാണോ ഓക്കെ. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആലോചിച്ചൊരു കാര്യമാണ്. ഞാൻ മറികടന്നത് ഇതാണ്. അന്ന് കവിതകൾ ഡെയിലി ഒരു കവിത FBയിൽ എടുത്തിടും. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കവിത പഠിക്കണം. ആ കവിത പഠിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് അത് ചൊല്ലി, ഒരു 11 മണിക്ക് തുടങ്ങി സ്വയം ട്യൂൺ ചെയ്ത് ട്യൂണല്ലോ, ഗദ്യ കവിതകളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി.